ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ടാരോ ട്രേഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്, അവർ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരിക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതേപോലെ ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് ഇതെല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. പേജ് ഓഫ് ഷോർട്സ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സെറ്റാക്കിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സ്പ്രെഡ് പ്രകാരം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, നിങ്ങളെക്കാളേറെ പ്രാധാന്യം ഈ വ്യക്തി പണത്തിനാണ് കൊടുക്കുന്നത്. അതായത് പണം, സ്വത്തുക്കൾ, സമ്പാദ്യം, സ്വർണം, അങ്ങനെയുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യത്തിനൊക്കെയാണ് ഈ വ്യക്തി പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് സ്നേഹത്തെക്കാളുപരി ഈ വ്യക്തിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വ്യക്തി കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് എന്താ പറയുക, കുറച്ചൊക്കെ ഒരു ഹാർമണിയുള്ള ഫാമിലിയിലൊക്കെ ജനിച്ച് വളർന്നതിൻ്റെ അഹങ്കാരം ഈ വ്യക്തിക്കുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ഈഗോ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. അതിൻ്റേതായ ഒരു പൊങ്ങച്ചം, അല്ലെങ്കിൽ വലിയവനാണ് എന്നുള്ള ചിന്ത, എല്ലായിടത്തും ഞാൻ തന്നെയാണ് വലുത് എന്നുള്ള ഒരു ചിന്താഗതിയുള്ള ഒരു വ്യക്തിയുടെ എനർജി ആയിട്ട് തന്നെയാണ് ഈ വ്യക്തിയെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഇപ്പോൾ എന്താ പറയുക, ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന കപ്പിൻ്റെ എനർജി, അതായത് കപ്പിൻ്റെ എനർജി ഒന്നും നമുക്കിവിടെ വന്നിട്ടില്ല. അതിൽ കൂടുതലും നമുക്ക് വന്നിരിക്കുന്നത് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ വ്യക്തി എന്ന് പറയുന്നത് ഇമോഷൻസിനൊന്നും വലിയൊരു പ്രാധാന്യം കൊടുക്കാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത്. ഇത് എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവില്ല. അപ്പോൾ കുറച്ച് പേർക്ക് മാത്രമേ ഇങ്ങനെയുള്ള ഒരു വ്യക്തികൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരുടെ വ്യക്തി ഒരുപോലെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ ഇവിടെ വരുന്ന എനർജി നമുക്ക് നോക്കുമ്പോൾ ഈ വ്യക്തി എന്ന് പറയുന്നത് കൂടുതലും സ്നേഹത്തിനേക്കാളുപരി അവർ പണത്തിനാണ്, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാവാം. എല്ലാത്തിനേക്കാളും അവർ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത്. കാരണം ഒരു സെൽഫിഷായ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. കുറച്ചൊക്കെ എന്താ പറയുക, ഈഗോ ഉള്ള, കടുംപിടുത്തം പിടിക്കുന്ന, അല്ലെങ്കിൽ പല കാര്യത്തിനും നിങ്ങളടുത്ത് വഴക്കുണ്ടാക്കുന്ന, അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന, അല്ലെങ്കിൽ പലതും നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്ന ഒരു വ്യക്തിയാവാം. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാലൊക്കെ ഈ വ്യക്തി എല്ലാം തുറന്ന് പറയണം എന്നില്ല. പലതും നിങ്ങളടുത്ത് കള്ളം പറയുന്നുണ്ടാവാം. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തൊക്കെയോ നിങ്ങളടുത്തുനിന്ന് ഈ വ്യക്തി മറച്ചു വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ പലതവണ നിങ്ങളടുത്ത് ഈ വ്യക്തി കള്ളം പറയുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഈ വ്യക്തി എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിൽ ആയാലൊക്കെ ഈ വ്യക്തി അങ്ങോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തി ചേസ് ചെയ്യുന്നതൊക്കെ ഈ വ്യക്തിക്ക് ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വ്യക്തിക്ക് താഴ്ന്നു കൊടുക്കണം. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ താഴ്ന്നു കൊടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഈ വ്യക്തിക്ക് ഇഷ്ടം. ഈ വ്യക്തിക്ക് എന്തും
പറയാം, അല്ലെങ്കിൽ എന്തും പ്രവർത്തിക്കാം. അതിനൊക്കെ നിങ്ങൾ താഴ്ന്നു കൊടുക്കുക, അല്ലെങ്കിൽ ഈ വ്യക്തി വരുന്ന സമയത്ത് നിങ്ങൾ സ്വീകരിക്കുക. ഇതൊരു ഓൺ ആൻഡ് ഓഫ് പോലെ ആയിരിക്കും. ഇവർക്ക് ഇഷ്ടമുണ്ടാകുമ്പോൾ നിങ്ങളിലേക്ക് വരും, ഇഷ്ടമല്ലാത്ത സമയത്ത് പോകും. ആ വരുന്ന സമയത്ത് ഇവർ നിങ്ങൾ എന്താ പറയുക, രണ്ടും കൈ നീട്ടി സ്വീകരിക്കുക, അല്ലെങ്കിൽ ഇവർ പറയുന്നതൊക്കെ കേൾക്കുക. അന്നേരം ഇവർ ഒരുപാട് നിങ്ങളുടെ അടുത്ത് കള്ളം പറഞ്ഞ് പിടിച്ച് നിൽക്കാനൊക്കെ ശ്രമിക്കും, നിങ്ങളോട് ഒരുപാട് സ്നേഹം കാണിക്കും, അതുപോലെ കള്ളങ്ങൾ പറയും. അപ്പോഴെല്ലാം നിങ്ങൾക്കാണ് നിങ്ങളാണ് തെറ്റുകാർ, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ തന്നെ ഈ വ്യക്തി എന്താ പറയുക, അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വലിയൊരു കൺഫ്യൂഷൻ മൈൻഡിലൊക്കെ ആയിരിക്കും നിങ്ങൾ പോകുന്നത്. ഇതെന്തും ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല, നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല ശരിക്കും എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ഇപ്പം നിങ്ങൾക്കൊരു ദുഃഖം ഉണ്ടാകുന്ന സമയത്ത്, ഒരു സങ്കടം ഉണ്ടാകുന്ന സമയത്ത്, ആ സമയത്തൊന്നും ഈ വ്യക്തിയെ നിങ്ങൾക്ക് കാണണമെന്നില്ല, അല്ലെങ്കിൽ ഈ വ്യക്തി അടുത്തുണ്ടാവണമെന്നില്ല. നിങ്ങൾ വിളിച്ചാൽ ചില സമയത്ത് ഈ വ്യക്തി ഫോൺ എടുക്കണമെന്നില്ല, അല്ലെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ എങ്ങനെയായാലും ഈ വ്യക്തി എന്ന് പറയുന്നത് കുറച്ച് സെൽഫിഷാണ്. അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അല്ലെങ്കിൽ പണം, ഈ വ്യക്തി കൂടുതൽ പണത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നിങ്ങളുടെ വ്യക്തി എല്ലാ കാര്യത്തിനേക്കാളും ഇവർക്ക് വലുത് പണമാണ് വലുത്, അല്ലെങ്കിൽ അപ്പം അങ്ങനെയുള്ള ഒരു കാര്യത്തിനൊക്കെയാണ് ഈ വ്യക്തി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം അതേപോലെ തന്നെ ഈ വ്യക്തിക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. അതായത് നിങ്ങളെ കൂടാതെ മറ്റൊരു ബന്ധം കൂടി ഈ വ്യക്തി ഉള്ളതായിട്ട് തന്നെയാണ് നമുക്ക് ഈ കാർഡ്സിലൂടെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളെക്കാളും കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആ ഒരു വ്യക്തിക്കാണ്, അല്ലെങ്കിൽ സഹായമാവട്ടെ, അപ്പോൾ എന്തും ഈ വ്യക്തി കൊടുക്കുന്നുണ്ട്. നിങ്ങളെക്കാളും സ്നേഹമായാലും അതേപോലെ സഹായമാവുക എന്തും ഈ വ്യക്തി ചെയ്തു കൊടുക്കുന്നതൊക്കെ അവർക്കാണ് എന്നതാണ് ഇവിടെ മെയിനായിട്ട് കാണാൻ സാധിക്കുന്നത്. കാരണം ഇവരെന്ന് പറയുന്നത് ഒരിക്കലും ഇപ്പോൾ ഒരു ബ്ലാക്ക് മാജിക്കൽ, ഇപ്പോൾ പറയല്ലേ ബ്ലാക്ക് മാജിക്കൽ ചെയ്ത് നിങ്ങളിൽ നിന്ന് അടർത്തി, അങ്ങനെയൊന്നുമല്ല. ഈ വ്യക്തിയുടെ സ്വയം തീരുമാനത്തിൻ്റെ പുറത്താണ് ഈ വ്യക്തി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. കാരണം ഇവരങ്ങനെയാണ്. ഇവരെന്ന് പറയുന്നത് ഒരു ഇമോഷൻസിനൊന്നും വലിയൊരു പ്രാധാന്യം കൊടുക്കാത്തൊരു വ്യക്തി ആയതുകൊണ്ടും, അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങളുടെ സങ്കടങ്ങളോ നിങ്ങളുടെ വിഷമങ്ങളോ അതൊന്നും ഈ വ്യക്തി കാണുന്നുണ്ടാവില്ല. ഇപ്പം നിങ്ങൾ ഒറ്റയ്ക്കാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരുമില്ല, നിങ്ങൾക്കൊരു ഷെയർ ചെയ്യാനോ നിങ്ങളുടെ വേദന മനസ്സിലാക്കാനോ ഈ വ്യക്തി അതിനൊന്നും ശ്രമിക്കണമെന്നില്ല. അപ്പോൾ ഈ വ്യക്തിയുടെ ഈ വ്യക്തിയുടെ ഇഷ്ടപ്രകാരം ഈ വ്യക്തി മറ്റൊരു റിലേഷൻഷിപ്പ് തേടി പോവുക, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി നിങ്ങളെക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇപ്പോൾ ഒരു ഫാമിലി, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ വ്യക്തി അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അല്ലെങ്കിൽ ഇതിപ്പോൾ നേരെ തിരിച്ചു ആവാമല്ലോ, നിങ്ങൾ ഹസ്ബൻഡ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾ വൈഫ് ആവാം. അങ്ങനെയാണെങ്കിൽ വേറൊരു വ്യക്തിക്കായിരിക്കും ഈ വ്യക്തി ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ എങ്ങനെയായാലും ഇപ്പോൾ നിങ്ങളിപ്പോൾ ലവേഴ്സ് അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തി മറ്റൊരു വ്യക്തിക്കായിരിക്കും ഇമ്പോർട്ടൻസ്. അപ്പോൾ എങ്ങനെയായാലും ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെക്കാളേറെ പ്രാധാന്യം മറ്റൊരു സിറ്റുവേഷനിൽ മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ, ഈ വ്യക്തിക്ക് അറിയാം നിങ്ങൾ ഈ വ്യക്തിയെ ഒഴിവാക്കിയിട്ട് എവിടെയും പോവില്ല, നിങ്ങളെപ്പോൾ ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടാകും എന്നുള്ള ഒരു ധാരണ ഈ വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളുടെ കാര്യത്തിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വരാം, അതേപോലെ പോകാം എന്നുള്ള ആ ഒരു വിശ്വാസം, അല്ലെങ്കിൽ എപ്പോഴും അതാണ് ഞാൻ പറഞ്ഞത്, ഈ വ്യക്തിക്ക് ഇഷ്ടം നിങ്ങൾ ഈ വ്യക്തിക്ക് എപ്പോഴും താഴ്ന്നു കൊടുക്കുന്നതൊക്കെ ഈ വ്യക്തിക്ക് ഇഷ്ടമാണ്. അപ്പം നിങ്ങളെ അങ്ങനെയാണ് ഈ വ്യക്തി കണ്ടിരിക്കുന്നത്. അതായത് ഈ വ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പം നിങ്ങൾക്ക് ഈ വ്യക്തി വരുന്ന സമയത്ത് കുറേ കള്ളങ്ങളൊക്കെ പറയുമ്പോൾ എല്ലാം നിങ്ങളുടെ തലയിലിടുന്ന ഒരു വ്യക്തിയായിരിക്കാം. എല്ലാം നിന്നെ കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടാണ്, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ഒഴിയുന്ന ഒരു വ്യക്തി, പെട്ടെന്ന് ഒഴിഞ്ഞു മാറും അതൊക്കെ പറഞ്ഞ്. അപ്പോൾ അധികം ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി ഒരിക്കലും നിങ്ങൾക്ക് സോറി പറഞ്ഞോ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളടുത്ത് എന്തെങ്കിലും പിണങ്ങിയാൽ തന്നെ ഒരു സോറി പറഞ്ഞൊക്കെ സോൾവ് അങ്ങനെയൊന്നുമല്ല ഈ വ്യക്തി. അതിനൊന്നും നിൽക്കത്തില്ല ഈ വ്യക്തി. അല്ലെങ്കിൽ ഒരിക്കലും ഇല്ലയെന്നേ പറയും. എന്തുണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഒരു കള്ളത്തരം ഈ വ്യക്തി ചെയ്താലും ഇല്ല എന്ന് തന്നെയാണ് ഈ വ്യക്തി പറയുക. ഒരിക്കലും അത് നിങ്ങളടുത്ത് ന്യായീകരിക്കാനൊന്നും ഈ വ്യക്തി നിൽക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ചിലവർക്കില്ലേ ഒരു കുറ്റബോധമൊക്കെ ഉണ്ടാവും, മറ്റൊരു വ്യക്തിക്കാണ് നിങ്ങളെക്കാളും പ്രാധാന്യം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോയ ഒരു വ്യക്തിക്ക് ശരിക്കും ഒരു കുറ്റബോധമൊക്കെ വരണ്ടേ. പക്ഷേ ഈ വ്യക്തിക്ക് അങ്ങനത്തെ ഒരു കുറ്റബോധവും കാര്യങ്ങളും ഒന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ഈ വ്യക്തി എന്ന് പറയുന്നത്, ഇവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇവർക്കൊരു ഹോപ്പുണ്ട്, അതായത് ഒരു വിശ്വാസമുണ്ട്.
നിങ്ങളുടെ ബന്ധം, ഈ വ്യക്തിയുമായിട്ടുള്ള ബന്ധം ഒരിക്കലും എന്താ പറയുക എന്നും ഉണ്ടാവും. എന്ത് നോ കോണ്ടാക്റ്റ് എങ്കിലും നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും. ഇവർക്ക് ഇഷ്ടമുള്ള ഒരു സമയത്ത് നിങ്ങളിലേക്ക് ചെല്ലാം എന്നുള്ള ധൈര്യം ഈ വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി എന്താ പറയുക, ഇവരിപ്പോൾ നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് എങ്കിൽ ഇത് ഇന്നോ ഇന്നലെയോ എന്നല്ല, അല്ലെങ്കിൽ ഇതിനു മുമ്പും ഒരുപാട് തവണ നിങ്ങൾ തമ്മിൽ ഒരു ഓൺ ആൻഡ് ഓഫ് പോലെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോഴൊക്കെ ഈ വ്യക്തി തോന്നുമ്പോൾ വരും, തോന്നുമ്പോൾ പോകും. അങ്ങനെയുള്ള ഒരു പ്രകൃതക്കാരായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും അത് തന്നെയാണ്. ഇപ്പം നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് എങ്കിൽ ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരും. കാരണം ഈ വ്യക്തിക്ക് ആ ഒരു വിശ്വാസമുണ്ട്, നിങ്ങൾ ഒരിക്കലും ഈ വ്യക്തിയെ ഉപേക്ഷിക്കില്ല. അങ്ങനെയുള്ള ആ ഒരു വിശ്വാസമുണ്ട്. ഒരിക്കലും ഈ വ്യക്തി സോറി പറഞ്ഞോ അല്ല നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ ആ ബന്ധങ്ങൾ മാറ്റി വെച്ചിട്ടോ അല്ല ഈ വ്യക്തി വരുന്നത്. ഈ വ്യക്തി എന്ന് പറയുന്നത് എല്ലാറ്റിനേക്കാളുപരി ഈ വ്യക്തിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതാണ് ഇന്നത്തെ സ്പ്രെഡിൽ നമുക്ക് മുഴുവനും കാണാൻ, ഇത് എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവില്ല. അപ്പോൾ റെസനേറ്റ് ആവുന്നവർ മാത്രം നിങ്ങളുമായി കണക്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം, കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന എനർജി ഇങ്ങനെയാണ്. അതായത് നിങ്ങളെക്കാളും പ്രാധാന്യം ഇവർക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം നിങ്ങളിലേക്ക് ഒരിക്കലും ഈ വ്യക്തി കുറേ കാലമൊന്നും ഇങ്ങനെ പിരിഞ്ഞിരിക്കൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് വരും. ഇവർക്ക് തോന്നുന്ന സമയത്ത് വരും. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇവർക്ക് എന്തെങ്കിലും തകർച്ച പറ്റിയാലോ, അല്ലെങ്കിൽ ഇവർക്ക് ക്യാഷിൻ്റെ ആവശ്യം വന്നാലോ, അല്ലെങ്കിൽ ഇവരുടെ കാര്യത്തിന് എന്തെങ്കിലും വിഷമം വന്നാലോ അപ്പോഴേക്ക് ഓടി വരുന്നത് നിങ്ങളിലേക്കായിരിക്കും. അപ്പം അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഈ വ്യക്തിക്ക്. അതായത് ഈ വ്യക്തിക്ക് നിങ്ങളെ കളയാൻ പറ്റില്ല. ഈ വ്യക്തിയുടെ മനസ്സിൽ എന്താണ്, നിങ്ങളെപ്പോൾ ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ എന്നും ഉണ്ട് ഈ വ്യക്തി. അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങളൊരു ജെന്യൂനായിട്ടുള്ള ഒരാളായതുകൊണ്ടും ഈ വ്യക്തിയെ മറക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ടും ഈ വ്യക്തിയോട് ഒരുപാട് ഇഷ്ടമായതുകൊണ്ടും നിങ്ങളതൊക്കെ സഹിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. ഇതിൽ നിങ്ങളെല്ലാം സഹിച്ച് ഇവർ വരുന്ന സമയത്ത് നിങ്ങൾ അവരോട് മിണ്ടും ഒക്കെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ നിങ്ങൾ തമ്മിലിപ്പോൾ വഴക്കിട്ടാലും ഈ വ്യക്തി നേരെ നിങ്ങളിലാക്കിയായിരിക്കും കുറ്റങ്ങളൊക്കെ ചുമത്തുക. അപ്പോൾ അങ്ങനെയാണ് ഈ വ്യക്തിയുടെ ക്യാരക്ടർ. അതായത് ഒട്ടും ഇമോഷൻസിന് വില കൽപ്പിക്കാത്തൊരു വ്യക്തിയെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും. ഇത് തന്നെ, അതായത് അവർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അവർ ഓടിയെത്തുന്നത് നിങ്ങളിലേക്കായിരിക്കും. എന്നിട്ട് ഒരുപാട് സ്നേഹവും അങ്ങനെയൊക്കെ കാണിക്കും ആദ്യം. പിന്നീട് വീണ്ടും അവരുടെ സ്വഭാവം അതുപോലെ തന്നെ ആവും, പഴയതുപോലെ തന്നെ ആവും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സ്വഭാവമുള്ള ആ ഒരു ക്യാരക്ടറെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സ്പ്രെഡായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതാണ്. അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക് യു.